ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പം നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി മീററ്റ് അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ് ദാദാഭായ് നവറോജി അല്ലെ. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ പെടാത്തത്? ഓപ്ഷൻ ബി ആണ്. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അഹിംസയുടെ നേതൃത്വത്തിൽ അല്ലായിരുന്നല്ലേ. അപ്പൊ അതാണ് തെറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് INC നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ. അടുത്തത്, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ് അല്ലെ. തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി, പഞ്ചാബാണ്. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത്? ഫസൽ അലി അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലെ. ഓപ്ഷൻ ഡി, കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ എ, മംഗൾയാൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഏതെന്ന് പറയുന്നത്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നവയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടുന്നവയാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം 4A-യിലാണ്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 മൗലിക അവകാശമാണ്. ഓക്കെ, 6 എണ്ണമാണ് ഉള്ളത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇത് മൂന്നും എന്താണ്? ഗാന്ധിയൻ ആശയത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഓക്കെ. താഴെ പറയുന്നതിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ശ്രീലങ്കയും മാലിദ്വീപും ആണ്. ശ്രീലങ്കയും മാലിദ്വീപും ആണ് എന്തെന്ന് പറയുന്നത്? സമുദ്ര അതിർത്തി, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്മിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന മലനിര ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കാരക്കോറം മലനിരയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു അല്ലെങ്കിൽ ഗോഡ്മിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അത് ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ കാരക്കോറം മലനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഥാർ മരുഭൂമിയിൽ അല്ലെ. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ എന്ന ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ കാണപ്പെടുന്നത്. ആ ഒരു പ്രദേശം കാണപ്പെടുന്നത് ഥാർ മരുഭൂമിയിലാണ്. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമുദ്രം. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമുദ്രം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി, ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത് തെക്കേറ്റം. വടക്കേറ്റം ഏതാണ്? വടക്കേറ്റം എന്ന് കമന്റ് ചെയ്യട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്. വടക്കേറ്റം കമന്റ് ചെയ്യുക. അടുത്തത്, കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. താപവൈദ്യുത നിലയമാണ്. താപവൈദ്യുത നിലയമാണ് കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി, മൂന്നാമത്തെ. ദേശീയ ജലപാത 3 അല്ലെ. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നത്. അത് എവിടെ നിന്നിട്ടാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെ. കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെ കോഴിക്കോട്. ഇപ്പം നിലവിൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് എന്ന് പറയുന്നതാണ് ദേശീയ ജലപാത 3. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി 3, ബേക്കൽ കോട്ട അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ബേക്കൽ കോട്ടയാണ്.
കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിലാണ് അല്ലേ? പീച്ചിയിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കിയിലെ ഓപ്ഷൻ ബി, ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, മുതലമട. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇങ്ങനെ മാറ്റി മാറ്റി തരുന്നത് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഉത്തരത്തിലോട്ട് നമ്മൾ ഒന്നപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ബി ആണ്. അതേപോലെ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ നാലാമത്തെയാണ്. ഉത്തരം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 4 ഉത്തരം എയും ആണ്. നമുക്ക് മാറിപ്പോവാതെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്ന് വെച്ചാൽ മുതലമട പഞ്ചായത്തിലാണ്. അടുത്തത് കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, നാലാമത്തെ, മലബാർ വന്യജീവി സങ്കേതം. 16ാമത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് അല്ലെ? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഓപ്ഷൻ സി, ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മുളന്തുരുത്തി. മുളന്തുരുത്തിയാണ് 2023 സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. താഴെ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. വഴി നടക്കുന്നതിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം അല്ലെ? വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ് വൈക്കം സത്യാഗ്രഹം. പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു അല്ലെ? ഗാന്ധിജിയും എത്തിയിരുന്നു. ഓക്കെ, അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ലംഘിച്ചത്. ശരിയാണല്ലേ? പയ്യന്നൂരിലെ നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. അതും ശരിയാണ്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാനും പയ്യന്നൂരിൽ കെ കേളപ്പനുമായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. താഴെ പറയുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് ഏതെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ചാന്നാർ ലഹള അല്ലെ? ചാന്നാർ ലഹളയാണ് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം. ഇന്റർനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരാണ്? ഓപ്ഷൻ സി, ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലെ? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്റർനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരു ആണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണോ? അല്ല അല്ലെ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയിലാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത്. ഓക്കെ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, ജപ്പാനാണ്. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ജപ്പാനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. താഴെ പറയുന്നതിൽ ചന്ദ്രൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവന. ചന്ദ്രൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഓക്കെ, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നിക്ഷേപണം നടത്തി. ശരിയാണ്, തുമ്പയിൽ നിന്നല്ല, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത്? ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരനാണ് ശ്രീകുമാരൻ തമ്പി. 2023 നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കണ്ടെത്താം. ആ സമയത്ത് കറണ്ട് അഫയർ ആയിരുന്നു, തെലുങ്കാന ആയിരുന്നു കേട്ടോ. തെലുങ്കാന, ഓപ്ഷൻ സി തെലുങ്കാനയാണ്. 2023 നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ തെലുങ്കാനയാണ്. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ, 1 മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി എന്ന് പറയുന്നത്. ഓഡിയോ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ, ഓഡിയോ ഒഡാസിറ്റി. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏതെന്ന് പറയുന്നത്? പ്രോട്ടീൻ. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. കെ ഫോർ കട്ട അല്ലെ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഫംഗസ് ആണ് അല്ലെ? ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഫംഗസ് ആണ്, ഫംഗസ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ എന്ന് പറയുന്നത് നീല വൃത്തമാണ്. നീല വൃത്തം.
രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇൻസുലിനാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. അതോടൊപ്പം മറ്റൊന്ന് ചോദിക്കാൻ ഇൻസുലിനാണ്. ചുവടെ തന്നിരിക്കുന്ന ശ്വാസകോശ രോഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശ്വാസകോശ രോഗം എന്ന് പറയുന്നത് എംഫിസീമയാണ്. എംഫിസീമ എന്ന് പറയുന്നത് ശ്വാസകോശ രോഗമാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ ഡി, മൂത്രത്തിലൂടെ അധികം ജലം നഷ്ടം ആയി പോകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. മൂത്രത്തിലൂടെ അധികമായിട്ട് ജലം നഷ്ടമാവുന്ന ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്. ലെപ്റ്റോസ്പൈറ ഏതാണ്? ഓപ്ഷൻ എ, എലിപ്പനി. എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ് അല്ലേ? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? BCG വാക്സിൻ എടുക്കുന്ന ക്ഷയരോഗത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് BCG വാക്സിൻ എടുക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഓക്കെ, നമ്മളിവിടെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയെല്ലാം സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പം നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, താങ്ക്